എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റാണ് ബട്ടർഫ്ലൈ പ്ലാന്റ്. 3 ബട്ടർഫ്ലൈകൾ ഒന്നിച്ച് പറന്നു വന്നിരിക്കുന്നത് പോലെ കാണപ്പെടുന്നതുകൊണ്ടാണ് ഇതിന് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന പേര് കിട്ടിയത്. അതുപോലെ ഷാംറോക്ക് ചെടികൾ പോലെ ഇരിക്കുന്നത് കൊണ്ട് പർപ്പിൾ ഷാംറോക്ക് എന്നും ഫോൾ ഷാംറോക്ക് എന്നും ഇതിൻ്റെ പേരുണ്ട്. വുഡ് സോറൽ എന്ന് പറയാറുണ്ട്. ലവ് പ്ലാന്റ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് കണ്ടപ്പെടുന്നത് ഈ വെറൈറ്റിയാണ്. ഇത് കൂടാതെ ഗ്രീൻ കളറുള്ള 2 വെറൈറ്റിയും കൂടെ കേരളത്തിൽ കാണപ്പെടാറുണ്ട്. എന്നാൽ ശരിക്കും 70ഓളം വെറൈറ്റീസ് ഉണ്ട് ഇതിന് ഇൻഡയറക്റ്റ് ലൈറ്റാണ് വേണ്ടത്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ ചിലപ്പം വാടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ബ്രൈറ്റ് ലൈറ്റ് വേണം ഇതിന്. ലൈറ്റ് തീരെ ഇല്ലാത്തടത്ത് ഇതിന് പ്രയാസമാണ്. എന്നാൽ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന വിൻഡോ സൈഡിലൊക്കെ വെക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇടയ്ക്കൊന്ന് കൊണ്ടുവന്ന് വെയിലത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓവർ വാട്ടറിങ് പാടില്ല. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ യെല്ലോ ഷെയ്ഡ് വരികയും നശിച്ചു പോവുകയും ചെയ്യും. ഇനി ഇത് നശിച്ചു പോവുകയാണെങ്കിലും ഇതിൻ്റെ റൈസോംസ് കിഴങ്ങ് അവിടെ ഉണ്ടെങ്കിൽ നല്ല കണ്ടീഷനിലേക്ക് വരുന്ന സമയത്ത് അത് വീണ്ടും കിളിർത്ത് വരും. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇത് പോവില്ല. ഇത് 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. അതിൻ്റെ പുറത്തുള്ള സോയിൽ തൊട്ട് നോക്കിയിട്ട് ഡ്രൈ ആണെങ്കിൽ മാത്രമേ ഇതിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് സാധാരണ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ താഴെയുള്ള റൈസോംസ് എടുത്തിട്ടാണ്. ഇത് നമ്മൾ ഈ ചെടി ഇങ്ങനെ വളരെ മെല്ലെ ഇതിങ്ങനെ നമ്മൾ ഉയർത്തുകയാണെങ്കിൽ അതിൻ്റെ താഴെ നമുക്ക് ആ റൈസോംസ് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ റൈസോംസ്. ഇത് ഈ കിഴങ്ങോട് കൂടി തന്നെ ഇത് കുഴിച്ച് വെക്കുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിക്കിളുക്കും. ഞാൻ ഇത് എടുത്തപ്പോഴത്തേക്കും കിഴങ്ങില്ലാതെ ഒന്ന് പോന്നു. അതുകൊണ്ട് വിഷമിക്കേണ്ട. ഇത് കിഴങ്ങില്ലാതെ എടുത്താലും സോയിലിനകത്തേക്ക് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കിളുത്ത് വരും. ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് സൗത്ത് അമേരിക്കയാണ്. ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം ഒക്സാലിഡേഷ്യ എന്നാണ്. മറ്റ് ഇൻഡോർ പ്ലാന്റുകളെ പോലെ തന്നെ ഇത് കുട്ടികൾ കഴിക്കാൻ പാടില്ല. ഇത് വൈകുന്നേരം ആകുമ്പോൾ കൂമ്പി നിൽക്കും. രാവിലെ ആകുമ്പോൾ വിടർന്ന് വരികയാണ് ചെയ്യുന്നത്. 1 മാസം കൂടുമ്പോൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിക്കാറുണ്ട്. സമ്മർ സീസണിലാണ് ഇങ്ങനെ ചെയ്യാറ്. ഇത് ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റി നട്ടാണ്. കിഴങ്ങില്ലാതെ പൊട്ടിപ്പോയതാണ് ചെറിയ വികളിലേക്ക് വെക്കാറ്. പക്ഷേ അതെല്ലാം തന്നെ ഇപ്പം വളർന്നിട്ടുണ്ട്. ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറാമിക് പോട്ടിലേക്ക് വെക്കാൻ വളരെ നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് അധിക ദിവസം ആയില്ല. അതുകൊണ്ടാണിത് നിവർന്ന് വരുന്നതേ ഉള്ളൂ. ഇനി ഇത് വേഗം വേര് വരണമെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. 4 ആഴ്ച കൊണ്ട് വേര് വരും. നേരെ സോയിലിൽ നട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും. ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളർത്താൻ പറ്റിയ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണിത്. എല്ലാവരും വളർത്തുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.